പെൺകുട്ടിയൊക്കെ കല്യാണം കഴിക്കാൻ പേടി എന്ന് പറയുന്ന പോലെ തന്നെ ആൺകുട്ടിയൊക്കെ കല്യാണം കഴിക്കാൻ ഭയങ്കര പേടിയായി തുടങ്ങിയിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പരിപാടികളാ. ആദ്യം ഒരു മിഠായി കൊടുക്കല്, മിഠായിന്റെ ഉള്ളിൽ സർപ്രൈസ് ആയിട്ട് ഫോൺ വെക്കണം, ഇവിടെ സർപ്രൈസ് ആയിട്ട് കാണാൻ പോകുന്ന സമയത്ത് ഗിഫ്റ്റ് വാങ്ങണം. ആൺകുട്ടിയൊക്കെ ചില ആൾക്കാർക്കൊന്നും ഒരു സേവിങ്സും ഇല്ല. ഉള്ള സേവിങ്സ് ഉള്ള ആള് തന്നെ ഈ ഒരു കല്യാണം കഴിക്കലോടുകൂടെ തീർന്നു പോകുന്ന ഈ ഒരവസ്ഥ. പെൺകുട്ടി പറയുന്നതിൽ വലിയ കാര്യമുണ്ട്. പണ്ട് കാലത്തൊക്കെ വലിയ പേടി പെൺകുട്ടികൾക്കാണ്. വിവാഹം വന്നു എന്ന് പറയും വല്ലാത്ത പേടിയാണ്. എല്ലാ വിഷയത്തിലും പേടിയാണ്. ചെലവിൻ്റെ കാര്യത്തിൽ പേടിയാണ്. പെൺകുട്ടിയുടെ കല്യാണമാണെന്ന് പറയുമ്പോൾ വല്ലാത്ത ഭയമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് പുരുഷന്മാരാണ്. അവരുടെ കയ്യിൽ ഒന്നും സേവിങ് ഒന്നും ഉണ്ടാവില്ല, പണം. പക്ഷേ നിക്കാഹിൻ്റെ സമയത്തുള്ള ആ ചെലവ് എല്ലാം നോക്കുമ്പോൾ വല്ലാത്ത ഒരുപാട് പുരുഷന്മാരൊക്കെ പേടിച്ച് നിൽക്കാൻ എങ്ങനെ നിക്കാഹ് കഴിയും, എങ്ങനെ കല്യാണം കഴിയും. നമ്മുടെ നിക്കാഹ് ആർഭാടങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ചെലവുകളൊക്കെ ചുരുക്കാം. എത്ര എത്ര യുവാക്കളറിയോ കയ്യിൽ പണമില്ലാതെ പലരും കടം വാങ്ങി ലോൺ എടുത്ത് പിന്നെ വിവാഹം കഴിഞ്ഞ് പിന്നെ അവർ ജീവിതം അവസാനം വരെ അത് ലോൺ എടുക്കലായി. പിന്നെ അവർ വിവാഹം ദാമ്പത്യ ജീവിതം ഒരു സന്തോഷത്തിന് ദാമ്പത്യ ജീവിതത്തിൽ അവർ പ്രവേശിച്ചാൽ പക്ഷേ രാത്രി കിടക്കുമ്പോൾ തൻ്റെ പ്രിയസഖി തൻ്റെ ഭാര്യയെ കൂടെ കിടക്കുമ്പോൾ പോലും അവരുടെ മനസ്സിന് സമാധാനമില്ല. ലോൺ എടുക്കണം, പല ആളുകളോട് കട വാങ്ങിയിട്ടുണ്ട്, അത് കൊടുക്കണം. പിന്നെ ഒന്നോ രണ്ടോ ആഴ്ച ആകുമ്പോൾ അവർക്ക് പരസ്പരം ഇടിയും, അവർക്ക് പരസ്പരം വിവാഹം ബന്ധം പലതും. അവളെ കഴുത്തിനും ഇല്ല എല്ലാ സ്വർണങ്ങളും വിറ്റാനും കടം തീർന്നില്ല. പിന്നെ പരസ്പരം അവർക്കിടയിൽ കുഴപ്പങ്ങളായി. അവളെ വീട്ടിലായി, ഇവൻ ഇവൻ്റെ വീട്ടിലായി, അല്ലെങ്കിൽ ജീവനൊടുക്കി. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ട്? ലളിതമായ ജീവിതമാണ്. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹർ നിസ്കാരത്തിന് കാണാത്ത സ്വഹാബിയോട് ചോദിച്ചു, എന്ത് ളുഹറിന് കണ്ടില്ലല്ലോ, എവിടെ പോയിരുന്നു? നബി, ഞാനൊരു വിവാഹം കഴിച്ചു വന്നതാണ്. നബിയെ പോലും വിളിച്ചില്ല. ളുഹറിനില്ലാത്ത ഒരാൾ പെട്ടെന്നൊരു വിവാഹം കഴിഞ്ഞിട്ടാണ് പിന്നെ അസ്ർ നിസ്കാരത്തിന് എത്തുന്നത്. നമ്മൾക്കാണെങ്കിലോ അന്ന് അസ്ർ നിസ്കാരവും ഇല്ല, ളുഹറും ഇല്ല, അന്ന് ഒന്നും ഇല്ല, ഇശവും ഇല്ല, ഒന്നുമില്ല. താളവും മേളവും അതെ, ഒരുപാട് അനാചാരങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെത്തിയിരിക്കുകയാണ്. പേടിച്ച് നിൽക്കുകയാണ്. വിവാഹം എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാർക്ക് പേടിയാണ്. കാരണം ഒരുപാട് ഗിഫ്റ്റുകളും പലതും ഇങ്ങനെ കൊടുത്ത്, കാരണം കൊടുക്കാതിരിക്കാൻ പറ്റൂല. കാരണം അയൽവാസികൾ എന്ത് പറയോ, കുടുംബക്കാർ എന്ത് പറയോ, നാട്ടുകാരെന്ത് പറയോ, ഇതിനെക്കുറിച്ച് മോശമായത് പറയോ എന്ന് വിചാരിച്ച് അവരിങ്ങനെ വിവാഹം നീട്ടിവെക്കും. പെൺകുട്ടികളാണെങ്കിൽ നല്ല കഴിവുള്ളവരാണെങ്കിൽ സാമ്പത്തിക കഴിവുള്ളവരെ മാത്രമേ അവർ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് ചെറുപ്പക്കാർ പ്രയാസപ്പെടുന്നു. എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ? പാവം അവസാനം പിന്നെ മകൻ്റെ ഒന്ന് വിവാഹം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് പലരും കടം വാങ്ങി, ലോണ് വാങ്ങി, അവസാനം അത് അടക്കാൻ പറ്റാതെ പിന്നെയും ആ കുടുംബം വീണ്ടും പിന്നെ വലിയ പ്രയാസത്തിലേക്കാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ നാം പലത്തിൽ കടം വാങ്ങി പിന്നെ നാം നമ്മുടെ മരണം വരെ നമ്മുടെ ജീവിതത്തിന് സന്തോഷം നഷ്ടപ്പെടുത്തി എന്തിനാണ്? നമുക്ക് എത്ര സാധിക്കുമോ ആ രീതിയിൽ ചെലവ് ചുരുങ്ങിയ കല്യാണം എന്നുള്ളത് അത് വലിയൊരു ബർക്കത്തുള്ള നിക്കാഹാണ്, സന്തോഷമുള്ള നിക്കാഹാണ്. ഒരുപാട് സമ്പത്തുണ്ടെന്ന് വിചാരിക്കും, എന്നാലും ആ സമ്പത്തുള്ളവർ നിക്കാഹ് ചെറിയ രൂപത്തിലാക്കണം. ആ സമ്പത്തിലൊരു പാവപ്പെട്ടവൻ്റെ നിക്കാഹ് കഴിച്ചു കൊടുക്കുക, പാവങ്ങൾക്ക് സഹായിക്കുക. അത് എന്നേക്കും ശാശ്വതമായത് അവിടെ നിലനിൽക്കും. നാം ഈ ദൂർത്തടിച്ചതോ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. നിനക്ക് തന്ന നിഅമത്തുകളെ കുറിച്ച് നീ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇസ്രാഫാക്കി എന്നല്ല പറയും. അള്ളാഹു വെറുതെ വിടുവോ? അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ നാം ലളിതമായ നിക്കാഹ് കഴിഞ്ഞ് മറ്റുള്ളവർക്കൊരു മാതൃകയാകണം. അത്ര വലിയ കഴിവുള്ള ആൾ പോലും അത്ര ചെറിയ രീതിയിൽ നിക്കാഹ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന രീതിയിൽ ഒന്നെങ്കിൽ സാമൂഹികമായ വിവാഹം, ഒരുപാട് വിവാഹം ഒന്നിച്ചുള്ളൊരു വിവാഹമാകുമ്പോൾ ചെലവ് കുറയും. അങ്ങനെ ചെലവ് കുറഞ്ഞുള്ള വിവാഹം എങ്ങനെയൊക്കെ നടത്താൻ പറ്റുമോ അതിനെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ സമുദായത്തിൽ അത് ചർച്ച ചെയ്ത് ആ ഒരു രീതിയിലേക്ക് എത്തേണ്ടതുണ്ട്. എത്രയോ കുടുംബങ്ങൾ ഇന്ന് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. എല്ലാവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ സന്തോഷം റാഹത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.